മഞ്ചേരിയിലെ ടൗണും കടകളും വിജനം. മഞ്ചേരിയിലെ കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും ദുരിതത്തിലാക്കുകയാണോ ഈ റോഡ് പരിഷ്കരണം? ചോദിച്ചറിയാം. കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടാകുകയാണ്. ഒന്നുകൂടെ പഠിച്ചിട്ട് അതിനുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഈ ദുരിതം ഒഴിവാകും. അതിനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ടവർ നടത്തിയാൽ നന്നായിരുന്നു. അഭിപ്രായം വളരെ ബുദ്ധിമുട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നിലവിൽ ഒന്നുകൂടി കൊച്ചു കുട്ടികളെയും മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് വ്യാപാരികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ വിജനമായിട്ടുണ്ട്. കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആളുകൾ വരാൻ ഇല്ല. അപ്പോൾ ഇതിൽ വരണം, ഇങ്ങനെ എത്ര പോലെ ചുറ്റിയാണ് അങ്ങോട്ട് കടയൊക്കെ വരണമെങ്കിൽ ആര് വരാനാണ്? കച്ചവടത്തിന് എല്ലാം വായിച്ചു. കച്ചവടം പകുതി പോലും നടക്കണില്ല. ഇപ്പോൾ ഇറങ്ങി പഠിച്ചു വരുന്നുള്ളൂ. ഇന്ന് വന്നു അവിടെ തിരക്കൊന്നുമില്ല. റോഡ് പരിഷ്കാരം മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെ വളരെ ബുദ്ധിമുട്ടുണ്ട് യാത്രയിലും. അതുപോലെ തന്നെ പല വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് പൊതുവെ എന്താ ലീവായതുകൊണ്ട് അറിയില്ല, കടകളൊക്കെ അടഞ്ഞത് കൊണ്ടാണോ അറിയില്ല. പക്ഷേ വളരെ ശാന്തമാണ്. മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. കച്ചവടം കമ്മിയാണ്. ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കച്ചവടം കമ്മിയാണ്. തിരക്ക് കുറവാണ്, ബിസിനസ് കുറവാണ്. നല്ല ദൂരത്തു നിന്ന് വരുന്നവർക്ക് ഭയങ്കര കെട്ടിച്ചിട്ടല്ല അത്. കാരണം ഇപ്പം മുള്ളമ്പാറ ലൈനിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ നിർത്തിയിട്ട് അതിലെ പോയിട്ട് ഇങ്ങനെ വരണം. മലപ്പുറം റൂട്ടിന് പോയിട്ട് ബൈപ്പാസിൽ ഇങ്ങനെ വരണം. അത് ഭയങ്കര ക്ഷീണം. അപ്പോൾ മഞ്ചേരി ഫയർ സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്നത് അവിടെ മുനിസിപ്പാലിറ്റീൻ്റെ അവിടെ അവിടെ ഇറക്കുക. ഇറങ്ങിയിട്ട് വലിയ കാര്യമല്ല. ഈ ജാതി വെയിലല്ലേ, ഈ വെയിലത്ത് ഇതിനെ പോരാൻ കഴിയൂല. ആ ജാതി ചൂടാണിപ്പോൾ. അത് ഇവർ ചെയ്ത് തെറ്റാണ്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ ഇത് ഒഴിവാകും. ഇതോടെ എന്ത് ഗതിയാണെന്ന് പറയാം. ഈ വലത്ത് ഭാഗം വാഹനം ഇങ്ങോട്ട് വരുന്നില്ല, ടൗണിക്ക് ഇങ്ങോട്ട് വരുന്നില്ല. വൺ ബാക്കിക്കണം. ഇവിടുന്നാണ്ട് ഇടത്ത് ഭാഗത്ത് മാത്രമേ അങ്ങോട്ട് വാഹനം പോകണുള്ളൂ. അപ്പോൾ ടൗണൊക്കെ ആകെ ഒഴിവാണ്, ആ ഭാഗം ഒഴിവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ നല്ല വിസ്താരമായിട്ട് പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. തിരക്ക് കമ്മിയാണ്. നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്നു നോക്കട്ടെ, വന്നെങ്കിൽ അതിനെ പറ്റി പറയാൻ കഴിയുള്ളൂ. കാരണം പല നിലക്കും പല ദിവസവും സമയവും ഇത് ഇങ്ങനെ മാറി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇല്ലാതായിക്കാണ്. പിന്നെ രണ്ടാമത് വേറെ ലെവലിൽ വന്നിക്കാണത്. ഇപ്പം എന്താ അറിയില്ല. റോഡ് പരിഷ്കാരം ജനങ്ങളെ ആകെ ആശങ്കയിലാക്കിയൊക്കെയാണ്. ജനങ്ങളാകെ മുട്ടിത്തരിൻ്റെ വളരെ ബുദ്ധിമുട്ടിലാണ്. കുറച്ച് മുമ്പ് ഇതേമാതിരി മഞ്ചേരി റോഡ് പരിഷ്കാരം വന്നു. അന്ന് മഞ്ചേരിക്ക് ആൾക്കാർ ആശ്രയിക്കാതെ മുഴുവൻ മലപ്പുറത്തേക്ക് മാറി. ഇപ്പം മഞ്ചേരി ടൗണിലുള്ള കച്ചവടക്കാരൊക്കെ എങ്ങനെ പോവുകയാണെങ്കിൽ പൂട്ടിപ്പോണ്ടി വരും. കടകളൊക്കെ പൂട്ടിപ്പോണ്ടി വരും. നിലമ്പൂർ റോഡിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിന് മുമ്പ് തന്നെ ഉള്ളത്. ഇപ്പോൾ ഈ പരിഷ്കാരം കൂടി വന്നതോടുകൂടെ നിലമ്പൂർ റോഡ് ആകെ ബ്ലോക്കിലാണ്. മഞ്ചേരിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാർ കൂടി അത്യാവശ്യമായിട്ട് വരും. കാരണം പോലീസുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ലൈൻ തിരിച്ച് വിടാനും പിടിക്കാനൊന്നും പോലീസുകാരെ കൊണ്ട് കഴിയുന്നില്ല, തികയാതെ വരികയാണ്. അപ്പോൾ റോഡാകെ ബ്ലോക്കാണ്. ടൗണിലൊന്നും ആരുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ.